നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് ഇപ്പോ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്? ഹൗ ഡീപ്ലി ദേ ആർ വിഷിംഗ് ടു കം ബാക്ക് ടു യു. അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം, അവരുടെ ലൈഫിലുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തന്നെ നിങ്ങളാണ് എന്ന് ഈ നിമിഷം അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ഈ നിമിഷം അവരുടെ ലൈഫിലുള്ള മറ്റെല്ലാ സന്തോഷങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെ സിൻസിയർ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത്ര അധികമായിട്ടുള്ളൊരു സ്നേഹം. മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം. ഒരുപാട് നാളുകളായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കാം. പക്ഷെ അവരുടെ ഉള്ളിൽ ഇത്രയും ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങളോടുള്ള സ്നേഹം അധികരിച്ചിട്ടാണ് ഉള്ളത്. അതായത് നിങ്ങൾക്കും ആ വ്യക്തിയോട് അമിതമായിട്ടുള്ള ഫീലിങ്സ് ഈ ഒരു സമയം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ നേരിട്ട് കണ്ട് പറയണമെന്നും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്ത പല തരത്തിലുള്ള വിഷയങ്ങൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ എന്താണ് വിങ്ങി പൊട്ടുന്നത് പോലെയാണ്. അവർക്ക് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു പ്രണയം നിങ്ങളോട് ഫീൽ ചെയ്യുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രപ്പോസ് ചെയ്ത ഒരു ബഞ്ച് ഓഫ് റോസസ് ഒക്കെ ആയിട്ട് ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. അതായത് അത്രയും ഡീപ്പായിട്ട് തന്നെ, അത്രയും സിൻസിയർ ആയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഒപ്പം അവര് നിങ്ങളുടെ മുന്നിൽ പ്രപ്പോസ് ചെയ്ത് വരുന്നതായിട്ട് ഒത്തിരി തവണ അവർ മനസ്സിൽ തന്നെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു അവസരം അവർക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു മെസ്സേജ് അവർ അയക്കുന്നതായിരിക്കാം. മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു മെസ്സേജ് ലഭിക്കാനുള്ള പോസിബിലിറ്റീസ് ആണ് വളരെയധികമായിട്ട് കാണുന്നത്. ഓക്കെ, ആൻഡ് ദെൻ യെസ്, അതായത് ഈ ഒരു സാഹചര്യം അവരെ അത്രമാത്രമാണ് വേദനിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ വേദനിച്ച പോലെ അവരുടെ ലൈഫിൽ അവർ മറ്റൊരു കാര്യത്തിനും ഇത്രയധികം ഒരു പെയിൻ അനുഭവിച്ചിട്ടില്ല എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. അതായത് അവർ നിങ്ങൾ പോലും അറിയാണ്ട് അവർ ഒരുപാട് കരയുന്നുണ്ട്. അവർ അത്രയും ആ ഒരു പെയിൻ ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷനിലാണ്. അത്രയും ഡീപ്പായിട്ട് തന്നെ അവർ കരയുന്നുണ്ട്. ഓക്കെ, അത്രയും ഒരു വിഷമം അവരുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ വിട്ടു പോയത് മറ്റൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത് കൊണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് അവർ നിങ്ങളെ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. നിങ്ങൾക്ക് യാതൊരു വാല്യൂവും നൽകിയിരുന്നില്ല. നിങ്ങളുടെ പ്രണയത്തെ അവർ ചിലപ്പോൾ എപ്പോഴും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും. ഏതൊരു സിറ്റുവേഷനിലും നിങ്ങളും അവരുമായിട്ടുള്ള ആ ഒരു ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നൊക്കെ അവർ കരുതിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയം അവർ അവഗണിച്ചുകൊണ്ട് മറ്റൊരു സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ അവർ എത്തിയ സമയത്താണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ പ്രാധാന്യം എത്രത്തോളം ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയത്. ഓക്കെ, ഇപ്പോൾ അവർ തീർച്ചയായിട്ടും അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും പലർക്കും ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആയി പോയി എന്നുള്ള ഫീലിങ്സ്, ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടാവാം, നിങ്ങളുടെ പേഴ്സണും അങ്ങനെ ഉണ്ടാവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ രണ്ടു പേർക്കും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന മൊമെന്റിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, അവരുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് ഈ നിമിഷം അവർ മനസ്സിലാക്കുകയാണ്. മേ ബി ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മേ ബി അതൊരു സ്പെഷ്യൽ ഡേയിലായിരിക്കാം, എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു ദിവസത്തിലായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടുന്നത്. ഓക്കെ, ഒരുപാട്, അതായത് ഒന്നുകിൽ നിങ്ങൾ ഒരു ഫുൾ മൂൺ ഡേയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത്രയധികം സന്തോഷമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു അവർ നിങ്ങളുമായിട്ട് ലൈഫ് സ്പെൻഡ് ചെയ്യുന്ന മൊമെന്റിലാണ് അവർക്ക് ഇത്രയും ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ലൈഫിൽ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടു പിരിയാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും ലൈഫ് ലെസൺസ് അവർ ഈ ഒരു സമയത്തോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ലൈഫിലെ ഹാപ്പിനെസ് നിങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ അവർ മറ്റൊരു ശക്തിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഓക്കെ,
എത്ര തന്നെ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായിരുന്നാൽ പോലും ഏതൊക്കെ സാഹചര്യങ്ങളാണോ നിങ്ങളെ തമ്മിൽ അകറ്റിയിരിക്കുന്നതും അതൊന്നും അവർക്കിപ്പോൾ അവര് കണക്കാക്കുന്നില്ല. തീർച്ചയായിട്ടും അവര് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എത്ര നിങ്ങൾ ഡിസ്റ്റൻസിൽ പോയാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം ഒരിക്കലും എൻഡ് ആവുന്നതല്ല. മേ ബി നിങ്ങളെക്കാൾ ഏറെ സ്നേഹം അവരുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്കായിട്ട്. ഓക്കെ, അത്രയും അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അത്രമാത്രം അത്രയും സിൻസിയർ ആയിട്ട് തന്നെയുള്ള ഒരു പ്രണയം അവരുടെ മനസ്സിൽ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഓരോ സിറ്റുവേഷനിലും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു സ്റ്റക്നെസ് വരുന്ന സമയത്തും അവർ ആ പ്രതീക്ഷ കൈവിടാതെ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചേരുമെന്നുള്ള അത്രയും പ്രതീക്ഷയോട് കൂടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് പോലും ഈ ഒരു റീഡിങ് നിങ്ങൾ വാച്ച് ചെയ്യുന്ന സമയത്ത് പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും ഡീപ്പായിട്ടുള്ള ഓർമ്മകളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഇത്രയധികം തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അവരുടെ പ്രതീക്ഷ, അവരുടെ ആ ഒരു കാത്തിരിപ്പ് നമുക്കിവിടെ വ്യക്തമാണ്. അവർ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ഓക്കെ, അവർക്കറിയാം ഇന്ന് ഈ ഒരു തടസ്സം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേർന്നുവെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ദിവസം ആ ഒരു തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾ ഒന്നിച്ചു ചേരും. അതുകൊണ്ട് അത്രയും ഡീപ്പായിട്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട്. ഓക്കെ, മേ ബി സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടോ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു സമയത്ത് പോലും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള പ്രണയം അത്രയും സിൻസിയർ ആയിട്ട് അത്രയും ഡീപ്പായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് നമുക്ക് വ്യക്തമാണ്. ഓക്കെ, ഐ ഫീൽ ദ സെയിം ഫോർ യു. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഈ വ്യക്തിയോടുള്ള ഫീലിങ്സ് ഉണ്ടാകുന്ന ആ ഒരു സെയിം ഫീലിംഗ് ആണ് അവരുടെ മനസ്സിലും ഉണ്ടാകുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയ ആ ഒരു ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നു. ലെറ്റ്സ് ഹീൽ ടുഗദർ. നമുക്ക് ഒരുമിച്ച് തന്നെ ഹീൽ ചെയ്യാം എന്ന് പറയാണ്. അതായത് നിങ്ങൾ ഒന്നിച്ച് ചേരാം എന്നുള്ള ഒരു മീനിങ് ആണ്. ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. എന്ത് തന്നെയായിരുന്നാലും ഏതൊരു സാഹചര്യമായിരുന്നാലും നിങ്ങളോടൊപ്പം അവരുണ്ട് എന്നുള്ളൊരു പ്രോമിസ് ആണ്. ആൻഡ് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. അവരുടെ പ്രണയം എന്ന് പറയുന്നത് അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയമാണ്. ഓക്കെ, ഉപാധികളില്ലാത്ത പ്രണയം. ഓക്കെ, മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. ഓക്കെ, അവരുടെ ലൈഫിൽ നിങ്ങളില്ലാണ്ട് ഒരു വാല്യൂവും ഇല്ല എന്ന് അവർ തന്നെ പറയാണ്. ഓക്കെ, ലെറ്റ്സ് ഫർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേർണി. ഓക്കെ, പാസ്റ്റിൽ എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതെല്ലാം മറക്കുക, നമുക്കൊരു പുതിയ ജേർണി ആരംഭിക്കാം എന്ന് അവർ നിങ്ങളോട് പറയാണ്. എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ. ഓക്കെ, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെന്റും അവർക്ക് അത്രയും പ്രഷ്യസ് ആണ് എന്ന് പറയുകയാണ്. ഐ ഹോപ്പ് യു വിൽ ഫർഗീവ് മീ സൂൺ. ഓക്കെ, നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്ന്, ഉടനെ തന്നെ ക്ഷമിക്കുമെന്ന് ആ വ്യക്തി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്.